പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊന്നാനി ബീച്ചിലേക്ക് പോകട്ടെ ഗേസ്. നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ട് സുരമാമൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിന്ന് നമ്മൾ രാവിലെ അവരുടെ വീട്ടിൽ ചെന്നു. നമ്മൾ കുറച്ചൊരു വൈകുന്നേരം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ പൊന്നാനി ബീച്ചിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണാടി കണ്ട ഒരു സ്ഥലത്ത് ഞാൻ വിടൂല ഗേസ്. അപ്പോൾ അവിടെ സൂം ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഓട്ടോ ഓടിക്കുന്നത് എന്താണ് സുരമാമൻ്റെ ഫ്രണ്ടാണ്. അതും ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടായി. അപ്പോൾ ആ മാമൻ്റെ പേരെന്ന് പറയുന്നത് ബാബു എന്നാണ്. പിന്നെ നമ്മുടെ ബബിൻ മാമൻ അവിടെ ബീച്ചിൽ നിൽപ്പുണ്ട്. അതും അച്ഛൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വയലിലേക്കൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ആ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ കാർത്തൂൻ്റെ പല സൗണ്ട് ഇതിലുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഗേസ് ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന അച്ഛയാണ്. എങ്ങനെയുണ്ട് ഗേസ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതും അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും കാർത്ത് ഓടിച്ചെന്നു. അപ്പോഴേക്കും എന്നെയും കൂടി അവൾ വിളിച്ചു, ആ ചേച്ചി പോവാന്ന് പറഞ്ഞിട്ട്. ചേച്ചിന്നൊന്നും വിളിക്കില്ല ഗേസ്, ആക്രമ ചേച്ചി എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഗേസ് ബബിൻ മാമനെ നിങ്ങളതിൻ്റെ ഇടയിൽ കണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. അത് അമ്മ തോടി വന്നിട്ട് അറിയാം ഈ ചെരുപ്പൊക്കെ എവിടെയാണ് ഇടുന്നതെന്ന് കുറച്ച് ചീറ്റൊക്കെ പറഞ്ഞെങ്കിലും നമ്മളത് മൈൻഡ് ആക്കിയില്ല ഗേസ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കുറച്ചും കൂടി നടന്നു വന്ന് വെള്ളത്തിലൊക്കെ കാല് മുക്കി. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞേച്ചിലതൊക്കെ കണ്ടോ, എവിടെ ചെന്നാലും ഡാൻസ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നതേ ഉള്ളൂ. അച്ഛൻ ഡാൻസ് എടുത്താൽ എന്നിട്ട് ഡാൻസ് അവിടെ നിന്നാണ് പഠിക്കുന്നത്. ഞാനും കാർത്തും അതൊരു ഇതുമില്ല. ഡാൻസ് എടുത്ത് പാട്ട് വെക്കുക, കളിക്കുക, അത് തന്നെ. അപ്പോൾ കാർത്തൂൻ്റെ ഡാൻസ് എടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ അവിഞ്ഞ വീഡിയോസ് എടുക്കാൻ അവൾക്ക് കൂടുതൽ ഇഷ്ടം. 1 പോവും 2 വരും, 3 പോവും 4 വരും. അങ്ങനെയാണ് അവളുടെ പണി. കണ്ടില്ലേ, ഇപ്പോൾ പോകും, ഇനി പിന്നെ തിരിച്ചു വരും ഗൈസ്. പിന്നെ അച്ഛൻ പറയട്ടെ പിന്നെ ഒന്നും കൂടി ഇപ്പോൾ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കയറി വരുന്നത് എവിടെ. പിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ അവൾ ഓടി വന്നു. പിന്നെ അച്ഛൻ അവിടെ ഫുൾ വീഡിയോസ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞേച്ചി ഓടി വന്നു, കാലൊന്നും നനയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ ലൂസ് പാൻറ് ഉണ്ടല്ലോ, ഈ പലാസ പാൻറ് പകുതി ഈ മുട്ടിന് മുകളിൽ വരെ നനഞ്ഞു ഗൈസ്. നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ല തുമ്മലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നു, അങ്ങനെ പറയാം. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ വലിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ആകെ. പിന്നെ ആ സൈഡിൽ കണ്ടില്ലേ നിങ്ങൾ, കുറച്ച് പേരും. പിന്നെ ഞങ്ങളുടെ ഇപ്പുറത്തായിട്ട് 4-8 പേരും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു കുറച്ചും കൂടി വൈകി വരായിരുന്നു. യെസ്, ഇതാണ് നമ്മുടെ ബബിൻ മാമൻ വീഡിയോയ്ക്ക് വേണ്ടി ഓരോ പോസ് നിന്ന് തരാണ് യെസ്. അപ്പോൾ കുഞ്ഞേച്ചി പറയണേ ഞങ്ങളുടെ വീഡിയോസ് എടുത്ത. ഇത് ഞങ്ങളുടെ വീഡിയോസ് അല്ലേ യെസ്? അതെ, ഞാനും കൂടി ഉണ്ട് യെസ്. ഇത് ഞാൻ കുഞ്ഞേച്ചി ഒറ്റയ്ക്കാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പറയുന്നത് കളിക്കല്ലേ, ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന്. അപ്പോൾ ഐസ്ക്രീം കഴിക്കണ്ടേ ഊഴമായി യെസ്. അപ്പോൾ മാമൻ കുഞ്ഞേച്ചിയുടെ ഐസ്ക്രീം വാങ്ങിയിട്ട് നീ വാങ്ങിക്കോ, ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അമ്മയുടേതും സുരമാമൻ്റെ അമ്മ, സുരമാമൻ, കുഞ്ഞേച്ചി അവരൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ബബിൻ മാമൻ വെറൈറ്റിയാണ്. ബബിൻ മാമൻ ഇളനീരിലാണ് പിടിച്ചത്. പിന്നെ ബാബു മാമൻ ബട്ടർ സ്കോച്ച്. ഇവർ കുഞ്ഞേച്ചി, വെലുമച്ചി, സുരമാമൻ, കുഞ്ഞേച്ചിയൊക്കെ വാനില. ഞാനും കാർത്തും ഇത് റെഡ് വെൽവെറ്റാണ്. എൻ്റെ മുഖം ആരും കണ്ടില്ലല്ലോ അല്ലേ ഈശ്വര, അതൊക്കെ എപ്പോൾ എടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഐസ്ക്രീം പിടിച്ച് കുഞ്ഞേച്ചി കയറി. ഞങ്ങൾ പിന്നെ സ്കൂട്ടിയിലായിട്ട് കയറിയത്. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടാണ് നല്ല ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കയറാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റൊക്കെ വെക്കേണ്ടി ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ ഗൈസ്. കുഞ്ഞേച്ചിനൊന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞേച്ചി കുറ്റിപ്പുറത്തുനിന്നായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. കുഞ്ഞേച്ചി എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ സ്വന്തം വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടി ഇവിടെ ആയിട്ട് കുറച്ചങ്ങോട്ട് പോയിട്ട് ഈ സ്ഥലം ഇല്ലാത്ത ഇത് കണ്ടില്ലേ, ബ്ലൂ വൈറ്റൊക്കെ ആയിട്ടുള്ള അതില്ലാത്ത ഒരു സ്ഥലത്തായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാല് തെറ്റിക്കഴിഞ്ഞാൽ കേസ് അപ്പോഴേക്ക് വീഴുന്ന രീതിയിലുള്ളൊരു സ്ഥലമായിരുന്നു. കുഞ്ഞേച്ചിൻ്റെ ലക്ഷ്യം ആ കപ്പലൊന്ന് സൂം ചെയ്തെടുക്കണം എന്നായിരുന്നു. എത്ര ചെയ്തിട്ട് എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഈസ് എ വിന്നർ. വാവ് യെസ്, ലാസ്റ്റ് അത് സൂം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ യെസ്, അങ്ങനെ കുഞ്ഞേച്ചി വിന്നറായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വന്നത്. ഫോട്ടോസ് എന്തായാലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അവിടെ കുറച്ച് നേരം നിന്നു, ഈ ഡോഗിനെയൊക്കെ കണ്ടു. ആദ്യം ഞാൻ അതിനെ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ അതിന് ചവിട്ട് കൊടുത്ത് ഞാനൊരു കടി വാങ്ങിയാനെ. അതിന് മുന്നേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഡോഗ് ഉണ്ടെന്ന്, പക്ഷേ ഞാൻ കേട്ടില്ല. അപ്പോൾ അമ്മ ഇപ്പുറത്തോട്ട് അങ്ങനെ ചാടുന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ നടന്നു വന്ന് എങ്ങനെയൊക്കെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് വണ്ടിക്ക് കയറുന്നുള്ള ഡൗട്ടിലാണ്. അപ്പോൾ കുഞ്ചി പറഞ്ഞു, ഞാൻ കുഞ്ചിനോട് പറഞ്ഞു കുറ്റിപ്പുറത്ത് നിന്ന് കയറിയാൽ മതി, ഞങ്ങൾ ആ വണ്ടിക്കാണ് കയറിക്കോളാം. എന്നിട്ട് അവിടെ വീട്ടിൽ പോയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ
വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ഞങ്ങൾ വാശി പിടിച്ചത് തിയേറ്ററിൽ പോകണമെന്ന്. അപ്പം ദൃശ്യം ഇറങ്ങിയിരിക്കില്ലേ, അപ്പോൾ നമ്മുടെ ദൃശ്യവും കാണണ്ടേ നമുക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇതല്ല സ്ഥലം, അപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ മുഞ്ചിയത് ഗൈസ്. അപ്പോൾ അതാ കാർത്തു ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തൂൻ്റെ പേരാണ് തിയേറ്ററിനുള്ളതെന്ന്. പിന്നെ ഗൈസ് ഏറ്റവും സാഡ് ന്യൂസ് എന്താണെന്നറിയോ, തിയേറ്ററിൻ്റെ 3ാമത്തെ സീറ്റ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റേതായ യാതൊരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാർത്തൂൻ്റെ കണ്ടില്ലേ പേര്. അപ്പോൾ ഗൈസ് എൻ്റെ പേരല്ലേ, തിയേറ്റർ നന്നാവാതിരിക്കൂലല്ലോ, അവള് പറയുന്നത് അവൾക്ക് എന്തോ വലിയ സന്തോഷമായി എന്നൊക്കെയാണ്. അതെ ഗൈസ്, നമ്മുടെ പേരൊക്കെ ഒരു ഇതിനൊക്കെ വരുമ്പോൾ നല്ല സന്തോഷമല്ലേ. അപ്പോൾ ഗൈസ് നമ്മളിതാ കയറി നല്ല സന്തോഷത്തിലാണ് ഗൈസ്. നമ്മൾ സെക്കൻഡായിട്ടാണ് ഞങ്ങൾ ഈ തിയേറ്ററിൽ കയറുന്നത് തന്നെ. അതിൻ്റേതായ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഗൈസ് മൂവി കഴിഞ്ഞു. അമ്മയും കാർത്തും അമ്മ ഉറങ്ങി, കാർത്തു ചെറുതായിട്ടൊന്ന് മയങ്ങാൻ കിടന്നെങ്കിലും അവൾ ഉറങ്ങിയില്ല. പിന്നെ ലേസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സിനിമേനെ പറ്റി പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അടിപൊളി മൂവി. ഞാൻ ലാസ്റ്റ് കരയൊക്കെ കുറേ ചെയ്തെങ്കിലും നല്ല അടിപൊളി. ലാസ്റ്റിന് ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഇനി 4 വരുമോയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.